cutting fluids. Cutting fluids. What is cutting fluids? Cutting fluids and compounds are the substances used for efficient cutting while cutting operation take place. Cutting operation takes place. So, cutting fluids and compounds are the substances used for efficient cutting while cutting operation takes place. Cutting fluidsum compoundsum are the substances. Cutting fluids and compounds are the substances. Cutting fluidsum compoundsum are the substances. അവ എന്താകുന്നു? പദാർത്ഥങ്ങളാകുന്നു. യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് കട്ടിംഗ്. എഫിഷ്യൻറ്റ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന വൈൽ കട്ടിംഗ് ഓപ്പറേഷൻ ടേക്സ് പ്ലേസ്. കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുമ്പോൾ. അപ്പോൾ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുമ്പോൾ എഫിഷ്യൻറ്റ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സും കോമ്പൗണ്ട്സും. കട്ടിംഗ് ഫ്ലൂയിഡ്സും ഒരു തരത്തിലുള്ള ലൂബ്രിക്കൻസ് തന്നെയാണ്. അവ ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. കട്ടിംഗ് പോലെയുള്ള ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഇവ ഉപയോഗിക്കുന്നു. Functions of cutting fluids. Functions of cutting fluids. To cool the tool as well as workpiece. The workpiece. To cool the tool as well as the workpiece. കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഓപ്പറേഷന് ഉപയോഗിക്കുന്ന ടൂള് അല്ലെങ്കിൽ ഉപകരണവും അതുപോലെ വർക്ക് പീസും കൂളായി നിലനിർത്തുന്നു അല്ലെങ്കിൽ കൂള് ചെയ്യുന്നതിന് ഈ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപകാരപ്രദമാകുന്നു. Second one, to reduce the friction. Between the chip and the tool face by lubricating. To reduce the friction between the chip and the tool face by lubricating. ഇത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇവ തമ്മിലുള്ള ഫ്രിക്ഷൻ ചിപ്പ് ആൻഡ് ടൂൾ ഫേസ്. ടൂൾ ഫേസും ചിപ്പും തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ബൈ ലൂബ്രിക്കേറ്റിംഗ്.
ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ചിപ്പും ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ചിപ്പ് എന്താണ്? ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്? ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻസ് വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ്, ഇതിനാണ് ചിപ്പ് എന്ന് പറയുന്നത്. ടു പ്രിവെൻറ്റ് the chip from getting welded to the tool cutting edge. Third one, to prevent the chip from getting welded to the tool cutting edge. ടൂൾ കട്ടിംഗ് എഡ്ജുമായി ചിപ്പ് വെൽഡ് ചെയ്യപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുന്നു? ഈ ചിപ്പുകൾ ടൂൾ കട്ടിംഗ് എഡ്ജുമായി വെൽഡ് ചെയ്യപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. To prevent the chip from getting welded to the tool cutting edge. ടൂൾ കട്ടിംഗ് എഡ്ജുമായി വെൽഡ് ചെയ്യപ്പെടുന്നു ചിപ്പുകൾ. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നു. To flush away the chips. To flush away ചിപ്സ് ഫ്ലഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു, ഒഴുക്കി കളയുന്നതിന് അഥവാ ക്ലീൻ ചെയ്യുന്നതിന്. ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ചിപ്സ് ആ വർക്ക് പീസിന് ചുറ്റും അതുപോലെ ടൂളിന് ചുറ്റും ടൂളുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും എന്തുണ്ട്? ഈ ചിപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിന് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ടു ഫ്ലഷ് എവേ ദ ചിപ്സ്, ഒഴുക്കിക്കളയുന്നതിന്, ചിപ്സിനെ ഒഴുക്കിക്കളയുന്നതിന്, വൃത്തിയാക്കുന്നതിന് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നു, ഉപകാരപ്പെടുന്നു. ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് ദി വർക്ക് and the machine. To prevent corrosion of the work and the machine. വർക്ക് പീസിനെയും മെഷീനെയും കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് പ്രിവെൻറ്റ്സ് കൊറോഷൻ. കട്ടിംഗ് ഫ്ലൂയിഡ് പ്രിവെൻറ്റ്സ് കൊറോഷൻ ഓഫ് ദി വർക്ക് ആൻഡ് ദി മെഷീൻ. വർക്കിനെയും മെഷീനെയും കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. Advantages of cutting fluids. Cutting fluids in the advantages. First one, increases the life of the tool. Cutting fluids increase the life of the tool. ഉപകരണങ്ങളുടെ ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് ടൂളുകളുടെ ലൈഫ് നീട്ടിക്കൊടുക്കുന്നു. എങ്ങനെ? കട്ടിംഗ് ഫ്ലൂയിഡ്സ് ടൂള് വളരെ തണുത്തതാക്കുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുന്നു? ടൂളുകളെ കൂളാക്കുന്നു, തണുപ്പിക്കുന്നു. ആയതുകൊണ്ട് ടൂള് അതിൻ്റെ ഹാർഡ്നെസ് ഒരുപാട് സമയത്തേക്ക് എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. ഹാർഡ്നെസ് ഒരുപാട് സമയത്തേക്ക് നിലനിർത്തുന്നു. ഈ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ടൂളിൻ്റെ ലൈഫ് കൂടുന്നു. അപ്പം കട്ടിംഗ് ഫ്ലൂയിഡ്സ്
ടൂള് എന്ത് ചെയ്യുന്നു, തണുപ്പിക്കുന്നത് കൊണ്ട് അവയുടെ ഹാർഡ്നെസ് ഒരുപാട് സമയത്തേക്ക് റിറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ ഈ ടൂളുകൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ ലൈഫ് കൂടുന്നു. increases the cutting speed. Cutting fluids അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ് ഇൻക്രീസസ് ദി കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് കട്ടിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? ലൂബ്രിക്കേഷൻ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ലൂബ്രിക്കേഷൻ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സിന് ലൂബ്രിക്കേഷൻ ഫംഗ്ഷനും കൂടെ ഉള്ളത് കൊണ്ട് എന്താകുന്നു, അവ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവും ഗണ്യമായി കുറയുന്നു. അതുകൊണ്ട് ഒരു ഉയർന്ന കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്യാൻ കഴിയുന്നു. ഉയർന്ന കട്ടിംഗ് സ്പീഡ്, ഹയർ കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ടോട്ടലി ഇൻക്രീസസ് ദി കട്ടിംഗ് സ്പീഡ്. ദി ടൂൾ ഈസ് kept sharp. The tool is kept sharp and third one, the tool is kept sharp and good surface finish is obtained. ടൂള് വളരെ ഷാർപ്പായി കീപ്പ് ചെയ്യപ്പെടുന്നു. അതുപോലെ വളരെ നല്ല സർഫസ് ഫിനിഷിങ്ങും ലഭിക്കുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ് കൊണ്ട് ടൂള് വളരെ നന്നായി ഷാർപ്പായി നിലനിർത്തുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സർഫസ് വളരെ ഫിനിഷിംഗ് ആയിട്ട് ലഭിക്കുന്നു. എങ്ങനെയാണത്? ചിപ്പിൻ്റെ അല്ലെങ്കിൽ ചിപ്പ് ടൂൾ കട്ടിംഗ് എഡ്ജുമായി വെൽഡിംഗ് ആക്ഷനിൽ പങ്കെടുക്കുന്നു. പലപ്പോഴും കൂളൻ്റ് ചിപ്പ് കട്ടിംഗ് ടൂൾ കട്ടിംഗ് എഡ്ജുമായുള്ള വെൽഡിംഗ് ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂളൻ്റ് എന്ത് ചെയ്യുന്നു, ചിപ്പ് ടൂൾ കട്ടിംഗ് എഡ്ജുമായുള്ള വെൽഡിംഗ് ആക്ഷൻ പങ്കെടുക്കുന്നതിനെ അവോയ്ഡ് ചെയ്യുന്നു. അതുകൊണ്ട് ബിൽറ്റപ്പ് എഡ്ജ് ഫോം ചെയ്യപ്പെടുന്നില്ല. ടൂള് വളരെ ഷാർപ്പായി നിലനിൽക്കുകയും അതോടൊപ്പം അതിൻ്റെ സർഫസ് വളരെ ഫിനിഷിംഗ് ആയിട്ടും കാണപ്പെടുന്നു. ടൂൾ കട്ടിംഗ് എഡ്ജുമായുള്ള ചിപ്പിൻ്റെ വെൽഡിംഗ് ആക്ഷൻ ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ കൂളൻ്റ് അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബിൽറ്റപ്പ് എഡ്ജ് ഫോം ചെയ്യപ്പെടുന്നില്ല. ടൂള് വളരെ ഷാർപ്പ് ആയി നിലനിർത്തുകയും അതോടൊപ്പം വളരെ നല്ല സർഫസ് ഫിനിഷിങ്ങും ലഭിക്കുകയും ചെയ്യുന്നു. ടു ഫ്ലഷ് എവേ ദി ചിപ്സ്. ഫോർത്ത് വൺ, ടു ഫ്ലഷ് എവേ ദി ചിപ്സ്. ചിപ്സിനെ ഒഴുക്കി വൃത്തിയാക്കുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് ചിപ്സുകളെ എന്ത് ചെയ്യുന്നു, ഫ്ലഷ് ചെയ്യുന്നു അഥവാ വൃത്തിയാക്കുന്നു. എങ്ങനെ? ഫോർത്ത് വൺ, ദി കട്ടിംഗ് സോൺ will be neat. Cutting zone will be neat.
കട്ടിംഗ് സോൺ എപ്പോഴും എന്തായിരിക്കുന്നു? നീറ്റായിരിക്കുന്നു. അതെങ്ങനെയാണ്? ചിപ്പുകളെ ഫ്ലഷ് ചെയ്യുന്നത് കൊണ്ട് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ചിപ്പുകളെ എപ്പോഴും ഫ്ലഷ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നതുകൊണ്ട് കട്ടിംഗ് സോണ് നീറ്റായിരിക്കുന്നു. Fifth one, the machine or job will not get rusted. The machine or job will not get rusted. മെഷീനോ അല്ലെങ്കിൽ വർക്ക് പീസോ ഒരിക്കലും റസ്റ്റ് പിടിക്കുന്നില്ല. കാരണം എന്താ? കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ്സ് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് മെഷീൻ അല്ലെങ്കിൽ വർക്ക് പീസ് അല്ലെങ്കിൽ ജോബ് എന്ത് ചെയ്യുന്നില്ല? റസ്റ്റ് പിടിക്കുന്നില്ല. ഇങ്ങനെ 5 അഡ്വാൻറ്റേജസ് ആണ് കട്ടിംഗ് ഫ്ലൂയിഡ്സിന് ഉള്ളത്. Next is properties of good cutting fluid. Properties of good cutting fluids. Should be sufficiently viscous. പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. നല്ല കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടികളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി വിസ്കസ്. ആവശ്യത്തിന് വിസ്കസ് ആയിരിക്കണം. ഈ കട്ടിംഗ് ഫ്ലൂയിഡ് ആവശ്യത്തിന് സഫീഷ്യൻ്റ്ലി വിസ്കസ് ആയിരിക്കണം. എന്താണ് വിസ്കസ്? അതിനു മുമ്പ് വിസ്കോസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ദ്രവത്തിൻ്റെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനെതിരെ ആ ദ്രവം പ്രയോഗിക്കുന്ന പ്രതിരോധമാണ് വിസ്കോസിറ്റി. എന്താണ്? ഒരു ദ്രവത്തിൻ്റെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനെതിരെ ആ ദ്രവം പ്രയോഗിക്കുന്ന പ്രതിരോധമാണ് വിസ്കോസിറ്റി. അങ്ങനെയാണെങ്കിൽ വിസ്കസ് എന്താണ്? ഇത്തരം പ്രോപ്പർട്ടിയുള്ള വസ്തുക്കളെയാണ് വിസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രീസ് അതുപോലെ ലൂബ്രിക്കൻസ് എല്ലാം വിസ്കസ് പ്രോപ്പർട്ടിയുള്ള സബ്സ്റ്റൻസ് ആണ്. അവ ഫ്രീ ആയിട്ട് ഒഴുകുന്നതിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു. അപ്പോൾ സഫീഷ്യൻ്റ്ലി വിസ്കസ് ആയിരിക്കണം നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡ്സ്. രണ്ടാമത്തേത് ദി കൂളൻറ്റ് ഷുഡ് നോട്ട് ക്യാച്ച് ഫയർ. കൂളൻറ്റ് തീ പിടിക്കരുത്. ദി കൂളൻറ്റ് ഷുഡ് നോട്ട് ക്യാച്ച് ഫയർ. അഥവാ കട്ടിംഗ് ടെമ്പറേച്ചറിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ള കട്ടിംഗ് ടെമ്പറേച്ചറിൽ ഒരിക്കലും കൂളൻറ്റ് തീ പിടിക്കരുത്. കൂളൻറ്റ് ഒരിക്കലും കട്ടിംഗ് ടെമ്പറേച്ചറിൽ തീ പിടിക്കരുത്. അടുത്തത് it should have a low evaporation rate. It should have a low evaporation rate.
ഇറ്റ് ഷുഡ് ഹാവ് എ ലോ ഇവാപ്പറേഷൻ റേറ്റ്. എന്താണ് ഇവാപ്പറേഷൻ? ഇവാപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് ഫ്രം ലിക്വിഡ് ഇൻ ടു വേപ്പർ. ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് മാറുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ നീരാവി ആകുന്ന വെള്ളം ലിക്വിഡ് ദ്രാവകം വാതകമാകുന്ന ആ പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. സോ ഇറ്റ് ഷുഡ് ഹാവ് എ ലോ ഇവാപ്പറേഷൻ റേറ്റ്. ഒരു കുറഞ്ഞ ഇവാപ്പറേഷൻ റേറ്റ് അതിന് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് കൊറോഡ് ദി വർക്ക് പീസ് ഇറ്റ് ഷുഡ് നോട്ട് കൊറോഡ് ദി വർക്ക് പീസ് ഓർ മെഷീൻ. അത് മെഷീനെയോ വർക്ക് പീസിനെയോ കൊറോഡ് ചെയ്യിക്കരുത്. തുരുമ്പ് പിടിപ്പിക്കുന്ന, റസ്റ്റ് പിടിപ്പിക്കുന്ന വസ്തു ആയിരിക്കരുത് ഈ കട്ടിംഗ് ഫ്ലൂയിഡ്. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ ആൻഡ് ഷുഡ് നോട്ട് ഫോം or fume. It must be stable and should not foam or fume. It must be stable and should not foam or fume. അത് സ്റ്റേബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ, അത് സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ ആൻഡ് ഷുഡ് നോട്ട് ഫോം ഓർ ഫ്യൂം. ഫോമോ ഫ്യൂമോ it must be stable. It must be stable and should not foam or fume. അത് നിർബന്ധമായും സ്റ്റേബിൾ ആയിരിക്കണം. അതോടൊപ്പം ഫോം ആവരുത്, ഫോം ചെയ്യരുത്, അല്ലെങ്കിൽ നുരയരുത്. ഓർ ഫ്യൂം, പുകയരുത്. ഷുഡ് നോട്ട് ഫോം ഓർ ഫ്യൂം, നുരയുകയോ പുകയുകയോ ചെയ്യരുത്. It should not create any skin problem. Any skin problem to the operator. ഇറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി സ്കിൻ പ്രോബ്ലം ടു ദി ഓപ്പറേറ്റർ. ഓപ്പറേറ്റർക്ക് യാതൊരു തരത്തിലുള്ള സ്കിൻ പ്രോബ്ലവും അത് ഉണ്ടാക്കരുത്. ഇറ്റ് ഷുഡ് നോട്ട് ഇറിറ്റേറ്റ് ദി ഓപ്പറേറ്റർ. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇറിറ്റേറ്റ് ദി ഓപ്പറേറ്റർ. അത് ഓപ്പറേറ്ററെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനം ആയിരിക്കരുത്. വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ എഫിഷ്യൻസി കുറയ്ക്കുന്ന രീതിയിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഈ കട്ടിംഗ് ഫ്ലൂയിഡ് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഷുഡ് ബി ട്രാൻസ്പാരൻറ്റ്, അത് ട്രാൻസ്പാരൻറ്റ് ആയിരിക്കുകയും വേണം. ഇത്തരം പ്രോപ്പർട്ടീസാണ് ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിന് ഉണ്ടായിരിക്കേണ്ടത്.
Types of cutting fluids. The following are the common cutting fluids. താഴെ പറയുന്നവയാണ് കോമൺ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡുകൾ. ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് മിനറൽ ഓയിൽ. സ്ട്രെയിറ്റ് മിനറൽ ഓയിൽ. സെക്കൻഡ് വൺ, കെമിക്കൽ സൊല്യൂഷൻ. തേർഡ് വൺ, compounded or blended oil. Fourth one, fatty oil. Fifth one, soluble oil. Straight mineral oils. Straight mineral oils are the coolants which can be used undiluted. Straight mineral oils are poor coolants. Straight mineral oils are the coolants which can be used undiluted. സ്ട്രെയിറ്റ് മിനറൽ ഓയിൽസ് കൂളൻറ്റുകളാണ്, അത് ഡൈല്യൂട്ട് ചെയ്യാതെയും ഉപയോഗിക്കാം. സ്ട്രെയിറ്റ് മിനറൽ ഓയിൽസ് ആർ പുവർ കൂളൻസ്. വളരെ അത്ര നല്ല കൂളൻസ് അല്ല, മോശം കൂളൻസ് ആണ് സ്ട്രെയിറ്റ് മിനറൽ ഓയിൽസ്. Chemical solution. Chemical solution. Chemical solution. Chemical solution. These have a good flushing and a good cooling action and non-corrosive and non-clogging. ഇവയ്ക്ക് ഈ കെമിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്ന കട്ടിംഗ് ഫ്ലൂയിഡുകൾക്ക് ഗുഡ് ഫ്ലഷിംഗ് ആൻഡ് ഗുഡ് കൂളിംഗ് ആക്ഷൻ ഉണ്ട്. നല്ല ഒഴുക്കാനുള്ള കഴിവും അതുപോലെ നല്ല തണുപ്പിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. മാത്രമല്ല നോൺ കൊറോസീവാണ് ഇവ. കൊറോഷൻ ബാധിക്കില്ല. ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊറോഷൻ ബാധിക്കില്ല. നോൺ കൊറോസീവാണ് ആൻഡ് നോൺ ക്ലോഗിങ്, കട്ട പിടിക്കാത്തതാണ്. These oils are used in automatic lathes. Much cheaper and more fluidity than fatty oil. Compounded or blended oil. These oils are used in automatic lathes. ഓട്ടോമാറ്റിക് ലെയ്ത്തുകളിൽ ഈ
ഓയിൽസ് ഉപയോഗിക്കുന്നു. മച്ച് ചീപ്പർ ആൻഡ് മോർ ഫ്ലൂയിഡിറ്റി ദാൻ ഫാറ്റി ഓയിൽ. ഈ ഓയിലുകൾ, ഈ ബ്ലെൻഡഡ് ഓയിൽസ് മച്ച് ചീപ്പർ ആൻഡ് മോർ ഫ്ലൂയിഡിറ്റി ദാൻ ഫാറ്റി ഓയിൽ. വളരെ വില കുറഞ്ഞതാകുന്നു, ചീപ്പറാകുന്നു. അതുപോലെ കൂടുതൽ ദ്രവത്വം, ഫ്ലൂയിഡിറ്റി കൂടുതലാണ് ഫാറ്റി ഓയിലിനേക്കാൾ. ഈ കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിലുകൾക്ക് ഫാറ്റി ഓയിലുകളേക്കാൾ കൂടുതൽ ഫ്ലൂയിഡിറ്റി, ദ്രവത്വം ഉള്ളവയാണ്. അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞതാണ്. Next is fatty oil. Lard oil and vegetable oils are fatty oils. Lard oil and vegetable oils are fatty oils. Lard oil and vegetable oils are fatty oils. പന്നി കൊഴുപ്പും അതുപോലെ വെജിറ്റബിൾ ഓയിൽസും ഫാറ്റി ഓയിൽസ് ആണ്. These are used in heavy duty machines. ഇവ ഹെവി ഡ്യൂട്ടി മെഷീനുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫാറ്റി ഓയിൽ, ലാർഡ് ഓയിൽ ആൻഡ് വെജിറ്റബിൾ ഓയിൽസ് ആർ ഫാറ്റി ഓയിൽസ്. ലാർഡ് ഓയിലും പന്നിക്കൊഴുപ്പും അതുപോലെ വെജിറ്റബിൾ ഓയിൽസും എല്ലാം ഫാറ്റി ഓയിൽസ് ആകുന്നു. ദീസ് ആർ യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി മെഷീൻസ്. ഇവ ഹെവി ഡ്യൂട്ടി മെഷീനുകളിൽ ഉപയോഗിക്കുന്നു. Soluble oil. Next is soluble oil. Soluble oil is generally used as a cutting fluid for center lights. സോളിബിൾ ഓയിൽ ജനറലി ആയിട്ട് ഉപയോഗിക്കുന്നത് കട്ടിംഗ് ഫ്ലൂയിഡ് ഫോർ സെൻട്രൽ ലൈറ്റ്സ്. ആസ് എ കട്ടിംഗ് ഫ്ലൂയിഡ് ഫോർ സെൻട്രൽ ലൈറ്റ്സ്. സോളിബിൾ ഓയിൽ ഇസ് ജനറലി യൂസ്ഡ് ആസ് എ കട്ടിംഗ് ഫ്ലൂയിഡ് ഫോർ സെൻട്രൽ ലൈറ്റ്സ്. സെൻട്രൽ ലൈറ്റുകളിൽ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ടാണ് സോളിബിൾ ഓയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്.